നമ്മൾക്ക് ഇന്ന് ഒരു കഥ പറഞ്ഞുകൊണ്ട് ക്ലാസ് തുടങ്ങാം. കഥ നടക്കുന്നത് നമ്മുടെ നാട്ടിലല്ല, അങ്ങ് ദൂരെ മഞ്ഞും വെയിലും മഴയൊക്കെയുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു ഗ്രാമം. ഒരു തടാകക്കരയിലൂടെ പെൺകുട്ടി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവൾ അത്ഭുതത്തോടെ ഒരു കാര്യം ഓർത്തതും ശ്രദ്ധിച്ചതും. അതൊരു വസന്തകാലമായിരുന്നു. പക്ഷേ ആ വസന്തകാലത്തിൽ ഒരു പക്ഷി പോലും പാടുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന മരങ്ങളിലൊക്കെ ഒരു പ്രത്യേക തരത്തിലുള്ള പുഴുക്കൾ ആക്രമിച്ചിരുന്നു. അങ്ങനെ മരങ്ങളുടെ ഇലകളൊക്കെ കൊഴിയുകയും പൂക്കളും കായ്കളും ഇല്ലാതാവുകയും ചെയ്തപ്പോൾ അവിടെയുള്ള ഭരണകൂടത്തിന്റെ നിർദ്ദേശമനുസരിച്ച് DDT അവിടേക്ക് തളിക്കാൻ നിർദ്ദേശമുണ്ടാവുകയും ഹെലികോപ്റ്ററിലൂടെ ആ പ്രദേശത്ത്, ആ ഗ്രാമപ്രദേശം നിറയെ DDT ഹെലികോപ്റ്റർ വഴി തളിക്കുകയും ചെയ്തു. അതിന്റെ ഫലമായിട്ട് എറുമ്പുകളും പുഴുക്കളും ഒക്കെ ചത്തുപിടഞ്ഞ് താഴേക്ക് വീഴുകയും ഈ പുഴുക്കളെയും എറുമ്പുകളെയും ഭക്ഷിച്ച അവളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരികളാണ് റോബിൻ പക്ഷികൾ. റോബിൻ പക്ഷികളൊക്കെ ചത്തുവീഴുകയാണ് ചെയ്തത്. കഥ കേട്ട് കഴിഞ്ഞല്ലോ എല്ലാവരും. നയന എന്തിനാണ് കരയുന്നത്? കഥ ഇഷ്ടമായില്ലേ? വേദിയിലിരിക്കുന്ന ആദരണീയ വ്യക്തികളെ, ഇവിടെ എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട കുട്ടികളെ, കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ ദേശീയ തലത്തിൽ നടത്തിയ ചിത്രരചനാ മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ നയന രാജീവനെ അനുമോദിക്കാനും, നയനയെ അനുമോദിക്കാനായിട്ട് ഇവിടെ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ജില്ലാ തലത്തിലുള്ള മേധാവി ശ്രീ ഹരികുമാർ സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഞങ്ങളുടെ സ്കൂളിൻ്റെയും ക്ലബിൻ്റെയും പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. നയനെ എനിക്കറിയാം. ഈ സ്കൂളിൽ ഇതിനു മുമ്പ് ഞാൻ എത്തിയിട്ടുണ്ട്. പല പല പരിപാടികളാൽ ഇവിടെ സമയത്ത് എത്തിച്ചേരാൻ കഴിയുമെന്ന് ഞാൻ തീരെ കരുതിയതല്ല. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ അത് ഏറ്റവും വലിയ നഷ്ടമായി തീരുമായിരുന്നു. നയനയുടെ ചിത്രപ്രദർശനം ഉദ്ഘാടനം ചെയ്യാനും അവൾക്ക് കിട്ടിയ പുരസ്കാരത്തിന് അനുമോദിക്കുവാനുമായി കൂടുന്ന ഈ യോഗത്തിലേക്ക് എന്നെ സ്വാഗതം ചെയ്തുകൊണ്ട് ഒരു കൊച്ചുകുട്ടി നൽകിയ നിശബ്ദ വസന്തം എന്ന പുസ്തകം ഞാൻ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു. ഈ സ്കൂളിനെ കുറിച്ചുള്ള ഓർമ്മ പോലെ. സ്വാഗത പ്രസംഗത്തിൽ ടീച്ചർ പറഞ്ഞതുപോലെ നയനയുടെ ചിത്രങ്ങളെക്കുറിച്ച് മാത്രമാണ് ഞാനിവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അവളുടെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മളുടെ സഹതാപവും അനുകമ്പ നിറഞ്ഞ നോട്ടവുമൊന്നും അവൾ ഇഷ്ടപ്പെടുന്നതേയില്ല. അതുകൊണ്ട് അവളുടെ ചിത്രങ്ങളെക്കുറിച്ച് മാത്രം ഞാൻ സംസാരിക്കുന്നു. അവളുടെ കുഞ്ഞു വിരലുകൾ വേദനിച്ച് വരച്ച ചിത്രങ്ങൾ അവളുടെ ജീവിതം തന്നെയല്ലേ. തലയ്ക്കുമീതെ ഹെലികോപ്റ്ററുകൾ മൂളിപ്പറന്ന് വിനാശത്തിൻ്റെ ദുരന്തം വിതറിയപ്പോൾ ഹരിതവൃക്ഷത്തിൽ നിന്നും വീണ ഉറുമ്പുകളെ തിന്ന് പിടഞ്ഞു വീണു മരിച്ച പക്ഷികൾ. ഈ ദുരന്ത ദൃശ്യം നയനയുടെ ജീവിതം തന്നെയല്ലേ. ഇവിടെ കഴിഞ്ഞകാല ദുരന്തങ്ങൾ രൂപം മാറി വരുന്നത് ഒരു ഞെട്ടലോടുകൂടി നാം തിരിച്ചറിയുന്നു. നമ്മുടെ കൃഷിയിടങ്ങൾക്ക് മീതെ പറക്കുന്ന ഹെലികോപ്റ്റർ തളിക്കുന്ന വിഷം, ആ ദുരന്തം ഏറ്റുവാങ്ങുന്ന നയനയെപ്പോലെയുള്ള കുട്ടികൾ, അതിജീവനത്തിൻ്റെ വഴിയിൽ അവൾക്ക് കരുതലും കാവലുമാകുന്നവർ ഏറെയാണ്. നെഞ്ചോട് ചേർത്ത് അവളെ സ്കൂളിലോട്ട് കൊണ്ടുവരുന്ന അച്ഛനും അമ്മയും, അവൾക്ക് വേണ്ടി പ്രത്യേകം കസേര ഒരുക്കി അവളെ പഠിപ്പിക്കുന്ന ഈ സ്കൂളിലെ ടീച്ചേഴ്സ്, സ്കൂൾ സമയം തീരുന്നവരെ അവൾക്ക് കാവലായി പുറത്ത് കാത്തു നിൽക്കുന്ന അമ്മ, സ്കൂളിലെ ഇടവേള സമയങ്ങളിൽ ഓടിക്കളിക്കുന്ന കുട്ടികൾ, അറിയാതെ പോലും അവളെ ഒന്ന് തൊടാതിരിക്കാൻ അവൾക്ക് കാവൽ നിൽക്കുന്ന കൂട്ടുകാർ, ഇവരെയെല്ലാം നന്ദിപൂർവ്വം ഞാൻ ഓർക്കുന്നു. പച്ചപ്പിൻ്റെ ഓർമ്മയിൽ അവസാനത്തെ മഞ്ഞുകെട്ട നെഞ്ചോടടുക്കി പിടിച്ചു നിൽക്കുന്ന ഹിമക്കരയുടെ ചിത്രം അവൾക്കേറെ അംഗീകാരം നേടിക്കൊടുത്തു. ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ഇന്ന് നയനയുടെ ജന്മദിനം കൂടിയാണെന്ന്. ഈ ദിവസം തന്നെ അനുമോദനത്തിന് തിരഞ്ഞെടുത്തതിൽ നിങ്ങളെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതിലുപരി അവശേഷിക്കുന്ന പച്ചപ്പുകൾക്ക് വേണ്ടി, മലിനീകരിക്കാത്ത പുഴയ്ക്ക് വേണ്ടി, വിഷം കലരാത്ത ജീവവായുവിന് വേണ്ടി ഇവിടുത്തെ കൊച്ചുകുട്ടികൾ ടീച്ചേഴ്സിൻ്റെ സഹായത്തോടു കൂടി ഒരു ഹരിതസേന രൂപീകരിച്ചിരിക്കുന്നു. അതുതന്നെയാണ് നയനയ്ക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ജന്മദിന സമ്മാനം. ഇന്ന് നയനയുടെ ജന്മദിനം. ഞങ്ങൾ ഇന്നലെ ക്ലാസ്സിൽ വെച്ച് തീരുമാനിച്ചിട്ടുള്ളതാണ് നയനയ്ക്ക് ജന്മദിന സമ്മാനം കൊണ്ടു ചെല്ലാമെന്ന്. നയനക്ക് നൽകാനായിട്ട് എന്ത് സമ്മാനമാണ് കൊണ്ടുവന്നിട്ടുള്ളത്? മരമെവിടെ ഹരി
ഹരിതഹരമെവിടെ? വരുണന്റെ വരപുത്രി മഴയെവിടെ? കാറ്റെവിടെ? ഇളം കാറ്റെവിടെ? കാറ്റിനിന്ന് മാറ്റുകൂട്ടാൻ, കാവടി കൂന്തലാട്ടാൻ, കാടിൻ്റെ തൊടിയിലെ മരമെവിടെ? മരമെവിടെ? ഹരിതഹരമെവിടെ? വരുണന്റെ വരപുത്രി മഴയെവിടെ?